ടീന ഞാനൊരു മീറ്റിംഗിൽ തിരിച്ചു വിളിച്ച പോരെ? അതെന്താ ഈ നേരത്തൊരു മീറ്റിംഗ്? ഞാൻ എപ്പോ വിളിച്ചാലും എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടേ പറ്റൂ. ഒരാൾ പറയണത് മാത്രം അങ്ങനെ കേട്ടാ പറ്റില്ലല്ലോ. ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞിട്ടില്ല. സൈഡ് ഡിഷ് അടിക്കാൻ വേണ്ടി പെഗ് അടിക്കലോ. പെഗ് അടിക്കാനായിട്ട് സൈഡ് ഡിഷ് അടിക്കും. വേഗം വാ, ഇതിപ്പോ തീരും. ടീന ഞാൻ തിരിച്ചു വിളിച്ച പോരെ? പോരാ, എനിക്കിപ്പോ സംസാരിക്കണം. നമ്മുടെ കാര്യം ഞാൻ പപ്പയോട് സംസാരിച്ചായിരുന്നു. അപ്പൊ പപ്പ പറയാ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഒരു തീരുമാനമില്ല. അവള് നാളെ രാവിലെ വിളിച്ചെന്നെ ശല്യപ്പെടുത്തിക്കോളും. അത്രേ ഉള്ളൂ. എന്തടിയാടാ? നീ അടിച്ചോടാ, അടിപൊളിയല്ലേ? എന്തടാ? നിങ്ങൾക്ക് ഫോണിൽ സംസാരിക്കാനും വിളിക്കാനും ഒക്കെ കുറേ പേരുണ്ട്. എനിക്ക് ആരുമില്ലടാ. നീ എന്തിനാടോ ഓമനക്കുട്ട ഇങ്ങനെ വിഷമിക്കണേ? നിനക്ക് എത്ര പിള്ളേരെ നമ്പർ വേണം? ഞാൻ തരാം. എൻ്റെ ഫോൺ ഒരു നമ്പർ അയാൾ വിളിച്ചാൽ നിനക്ക് ശല്യം. ഇത് എൻ്റെ ഫോണാണ്. ഇതിൽ കുറേ നമ്പറുണ്ട്, നീ എടുത്തു. വിളിച്ചോടാ, കുറേ നമ്പറുണ്ട്, വിളിച്ചോ. കാര്യമായിട്ട് ഞാൻ ഈ നമ്പറൊക്കെ ഇതിലേക്ക് കോപ്പി ചെയ്തോട്ടെ. ഞാൻ അപ്പുറത്ത് പോയി നോക്കിയിട്ട് പുള്ളി കറക്റ്റാ. തടിയുണ്ടെന്നേ ഉള്ളൂ. എന്തൊരു ശരി ഗിറ്റാർ ഇവരെന്തിനാണ് ഗിറ്റാർ എടുക്കണേ? ഈ തെണ്ടി ഞാൻ കൊല്ലൂട്ടോ. എന്നാ നിന്നെ ഞാൻ കൊല്ലും. ഓമനപ്പൊട്ടാ ഗൗതമേടാ, ഓമനക്കൂട്ടോ, നിന്നോട് ആരെയും എടുക്കാൻ പറഞ്ഞേ? എന്താ ഇത്? ഞാൻ കാശ് കൊടുത്ത് മേടിച്ചല്ലേ? ഞാൻ തോന്നിയ പോലെ വായിക്കും. എടാ ഇങ്ങനെ അല്ലടാ വായിക്കുന്നത്, ഞാൻ പഠിപ്പിച്ചു തരാം. ഇപ്പൊ പഠിപ്പിക്കണ്ട, എനിക്കെല്ലാം ഉറക്കം വരുന്നുണ്ട്. നാളെ പഠിപ്പിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ താഴെ കിടന്നോളൂല്ലോ. എനിക്ക് ഒറ്റ കിടന്നാലും ഉറക്കം വരും. താഴെ കിടക്ക് ഇഷ്ടമല്ല. ഇന്നാ നിന്റെ ഗിറ്റാർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. അല്ല, എൻ്റെ അമ്മ പറയാറുണ്ട് രാവിലെ നേരത്തെ എണീറ്റ നല്ല മസിൽസ് ഒക്കെ ഉണ്ടാവും. അതെ, ഉണ്ടാവും. ഈ തടിയനെതിരെ നമ്മളെ വിളിച്ച് എണീപ്പിക്കണത്? എടാ അവന്റെ അമ്മ പറഞ്ഞാൽ അവനെഴുന്നേക്കട്ടെ, നമ്മളെന്തിനാ വിളിക്കണത്? ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്ത് കൂർക്കം വലിയാണ്. അതിനിടെ കൊതുകടിയും കറണ്ട് പോക്കും. കറണ്ട് എന്തു പോക്ക്? കറണ്ട് പോയതൊന്നും അല്ല, കളഞ്ഞാണ് ഇവിടെ ഒരാള്. ആര്? ഞാൻ ഇവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണായിരുന്നു. അപ്പോഴാണ് ഈ സാധനം തന്നെ തട്ടി വിളിച്ചിട്ട് പറയണ തണുക്കണ്, ഫാൻ ഓഫ് ചെയ്യും. അത് കേട്ട് നീ എന്തിനാണ് ഓഫ് ചെയ്യണേ? പിന്നെ എന്റെ പട്ടി ഓഫ് ചെയ്യും. ലാഫിംഗ് പുതയ്ക്ക് ഇവിടെ തണുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വിശന ഇങ്ങനെ കാലി കൂടെ കയറി വരുമല്ല. ഇങ്ങനെയാണ് കഴുകി കളഞ്ഞ പിൽസിന് പറഞ്ഞ ഞാനോട് വിഷം കളി കൊടുക്കൂട്ടാ. പന്നിയിറച്ചി കഴിക്കൂ? ഞാനെന്തും കഴിക്കും, പക്ഷെ പാല് ഇതെനിക്ക് മാത്രം. എടാ ഒരു പാക്കറ്റ് ഉള്ളൂടാ. സൊസൈറ്റി ദിവാകരനല്ലേ? തുളസീധരൻ പിള്ളയാ. നാളെ മുതൽ ഇവിടെ പാല് വേണ്ട. ഗേറ്റിൽ നിന്ന് കണ്ട നായ്ക്കളൊക്കെ എടുത്തുകൊണ്ട് പോകും. അയ്യോ വേണ്ട ഡിയ, അടുക്കള കയറി അടുപ്പത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിനവാ. ശരി എന്നാ. ഇയാളെന്തായി കാണിക്കണത്? നോക്കിയേ. ഉമ്മൻ പോയപ്പോ ഓമനക്കുട്ടൻ. അവന്റെ അപ്പടെ ക്ലോസറ്റ് വാടക എന്ന് പറഞ്ഞ് പുളിങ്കുരു പോലെ എണ്ണി വാങ്ങുന്ന കാശല്ലേ? ജാമ്പോന്റെ കാലത്തുള്ള കക്കൂസ് വാങ്ങിച്ചത് പൊട്ടൂല്ലേ? അത് പൊട്ടിച്ചോ?
പണിക്കും പോടോ തടിയാ. എന്താ നോക്കുന്നെ? ഇത് എന്റെ വീട്ടിൽ വല്ല ഒന്നുമില്ല. കണ്ണൂത്തി പൊട്ടിച്ചാനെ. നിന്റെ കൊച്ചപ്പൻ ഗിൽബർട്ടിന് വാടകയ്ക്ക് കൊടുത്ത വീടായത്. അവന്റെ ശല്യം ഒഴിവായല്ലോ എന്ന് കരുതി സമാധാനിച്ചിരിക്കുമ്പോഴാണ് ഒരൊറ്റ ആഴ്ചക്കെന്ന് പറഞ്ഞ് നീ ഒരുത്തൻ കയറി വന്നത്. നീ മാറിയില്ലെന്ന് മാത്രമല്ല, പുറകെ 3 വേറെയും. ഒരുത്തൻ വന്ന് എൻ്റെ പേപ്പർ വായന നിർത്തി. ഇപ്പൊ ചായ കുടി. ഇന്നലെ വന്ന് കയറിയ ആ തടിയൻ ഈ വീട് തകർക്കും. അത് ഞാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് പൊട്ടിച്ച ക്ലോസറ്റ് മാറ്റിവെച്ചോ, അല്ലെങ്കിൽ നിന്നെയൊക്കെ ഇറക്കുന്ന കാര്യം എനിക്ക് ബാപ്റ്റിസ്റ്റിനോട് പറയേണ്ടി വരും. ബാപ്റ്റിസ്റ്റ്. ഇപ്പൊ നീ ചെല്ലേ. നാല് ദിവസം അപ്പിടാതിരുന്ന നീയൊക്കെ വടിയുമ്മ പാമ്പ് വരുന്നത് പോലെ എൻ്റെ അരികെ വരും. അല്ല, ആരെ ഈ ബാപ്റ്റിസ്റ്റ്? നിനക്കറിയോ അയാളെ? എടാ, ഞാൻ വർക്ക് ചെയ്തിരുന്ന ബാറിൽ ഒരിക്കൽ ആള് വന്നിട്ടുണ്ട്. Keep the change. താങ്ക് യു സർ. Ah. 100, 500, 1000, Hmm. 1500. അത് ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാവും. ഈ ചങ്ങായി ആരാ? ഇനി ഇവിടെ ഒരുത്തനും ബാപ്റ്റിസ്റ്റ് ആരാണെന്ന് ചോദിക്കരുത്. ഇനി ഞാൻ ക്ലോസറ്റ് പൊട്ടിച്ചേക്കാനുള്ള ബാപ്റ്റിസ്റ്റിനോട് പറഞ്ഞു കൊടുക്കൂ. അത് ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓമനക്കുട്ടാ, നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാ നല്ലതെന്നാ എൻ്റെ അഭിപ്രായം. ഞാനില്ല, ആ വീട്ടിലേക്ക് പോണേക്കാ നല്ലത്. ചാവുന്ന ഓമനക്കുട്ടാ, 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 നീ അബദ്ധമൊന്നും കാണിക്കല്ലേ. അബദ്ധോ? എടാ, ഞാൻ അടുക്കള വരെ പോവാ, വിശക്കണു. നീ എന്തൊക്കെയാ അങ്ങനെടാ? തുളസി എന്ന് പറയുമ്പോഴത്തേനും ഓടി വരണല്ലോ അയാള്. എടാ, ബാപ്റ്റിസ്റ്റ് ആള് പ്രശ്നക്കാരനാ. എന്ന് വെച്ചാൽ ഈ ഊള കേസൊന്നും പിടിക്കില്ല. പിന്നെ എന്ത് മറ്റേനാണ് നീയൊക്കെ അയാൾ പറഞ്ഞാണ് മറ്റേ കെട്ടിയെടുക്കുന്നൊക്കെ പറഞ്ഞത്? മനുഷ്യന്റെ ഉള്ള ജീവനങ്ങ് പോയി. എടാ, ഞാൻ അങ്ങനെയെങ്കിലും അവൻ തിരിച്ചു പോട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞാണ്. തിരിച്ചു പോട്ടേന്ന്? അയ്യേ, പൊന്മുട്ടിടുന്ന താറാവാണ്, അങ്ങനെയൊന്നും കൊല്ലാൻ പറ്റൂല. അതേടാ, അവനിട്ട് ആദ്യത്തെ മുട്ട ഇന്ന് പൊട്ടിയത്. നീ വളർത്തിക്കോടാ. നമ്മുടെ കൂടെ വന്നിട്ട് അവൻ ചെക്കൻ എത്ര ദിവസമായി? 2 ദിവസമായില്ലേ? ഇതുവരെ ആരെങ്കിലും വിളിച്ചാ? ഇല്ലല്ലോ. എനിക്കിപ്പോഴാണ് കാര്യങ്ങളിലെ കിടപ്പ് മനസ്സിലായത്. എടാ, അവൻ ആത്മഹത്യ ചെയ്യേണ്ടവനാണ്. അല്ലെങ്കിൽ നമ്മൾ 3 പേരും മിക്കവാറും ആത്മഹത്യ ചെയ്യേണ്ടി വരും. എടാ, അവൻ ആരാന്ന് നിനക്കൊന്നും അറിയില്ല. അതൊക്കെ വിട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ സമയം തെളിയാൻ പോവാണ്. ഇനി നമുക്ക് വെച്ചടി വെച്ചടി കേറ്റൊരിക്കും. വെച്ചടി വെച്ചടി നല്ല കേട്ടമായിരിക്കും. ചോദിക്കുന്ന കാശ് മുഴുവൻ കിട്ടണമെന്ന് അവൻ വാശി പിടിക്കുന്നത് ഒരു അത്യാഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവന്റെ കയ്യിലിരിക്കുന്ന മുതലിന് അവൻ പറയുന്നതാണ് വില. നമുക്കത് ആവശ്യമായിട്ടല്ലേ? എന്നാലും ആദ്യത്തെ ഡീലാ, കണ്ടിട്ട് അവനാളത്ര വെടിപ്പായിട്ട് തോന്നുന്നില്ല. വെടിപ്പിന്റെ കാര്യത്തിൽ നമ്മളും തീരെ മോശമല്ലല്ലോ. പക്ഷേ ഡീൽ ടൈമിൽ പാസ് പിസ്റ്റ് തനിച്ച് ബാപ്റ്റിസ്റ്റ് പാസ് പിസ്റ്റ് തനിച്ചു വരണമെന്നുള്ള വാശി അതാ മനസ്സിലാവാത്തത്. അവനും തനിച്ച് തന്നെയല്ലേ വരുന്നത്. ഇങ്ങനത്തെ കച്ചവടത്തിൽ ആദ്യം പരസ്പര വിശ്വാസമാണ് വേണ്ടത്. താൻ ടെൻഷൻ അടിക്കണ്ട. ഞാനിത് ഇന്നും ഇന്നലെയും കളിക്കാൻ തുടങ്ങിയതല്ല.
ഉം.